യുക്രൈൻ സംഘർഷം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞെന്നു മാത്രം. ഇറാൻ US സംഘർഷം ശക്തമായതോടെ മാധ്യമ ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്ക് എത്തി. ഇപ്പോഴത്തെ റഷ്യയുടെ ഒരു മുന്നറിയിപ്പാണ് വലിയ ശ്രദ്ധ നേടുന്നത്. കീവിലെ വിദേശ നയതന്ത്ര ദൗത്യങ്ങളോടാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. യുക്രൈൻ തലസ്ഥാനത്തു നിന്ന് നയതന്ത്രജ്ഞരെ ഉടൻ ഒഴിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയത്. റഷ്യക്ക് കീവിൽ അനിവാര്യമായ തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന പ്രയോഗമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഈ അനിവാര്യമായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കീവിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നാണ് റഷ്യ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് മറിയ സഖറോവയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഔദ്യോഗികമായി തന്നെ നയതന്ത്ര കാര്യാലയങ്ങൾക്കും അന്തർദേശീയ സംഘടനകൾക്കും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതായി മറിയ സഖറോവ വ്യക്തമാക്കി. റഷ്യയുടെ മെയ് 9 വിജയദിന ആഘോഷത്തിനിടെ യുക്രൈൻ സർക്കാർ റഷ്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. യുക്രൈൻ ആക്രമിച്ചാൽ റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മറിയ സഖറോവ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ തന്ത്രപ്രധാന മേഖലകളിലും റഷ്യ ആക്രമണം നടത്തുമെന്നും അവർ അറിയിച്ചു. ഇക്കാരണത്താലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരോടും ജനങ്ങളോടും കീവ് വിടാൻ റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയതിന്റെ 81ാം വാർഷികാഘോഷമാണ് റഷ്യയിൽ മെയ് 9 നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിൽ റഷ്യ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച നടത്തുന്ന വിജയദിന ആഘോഷങ്ങൾ സമാധാനപരമായി നടത്തുന്നതിനാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. യുക്രൈൻ വെടിനിർത്തൽ പാലിക്കുമെന്ന പ്രത്യാശയും റഷ്യ പ്രകടിപ്പിച്ചു. എന്നാൽ റഷ്യയിലെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ യുക്രൈൻ ശ്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തിയത്. റെഡ് സ്ക്വയറിലെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് യുക്രൈന് റഷ്യ നൽകുന്നത്. തിങ്കളാഴ്ച അർമേനിയയിൽ നടന്ന ഒരു യോഗത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അനുസ്മരണ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയതായി സഖറോവ പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ അനുസ്മരണ ചടങ്ങുകൾ ചുരുക്കുകയും സൈനിക ഉപകരണങ്ങൾ ഇല്ലാതെ നടത്തുകയും ചെയ്യുമെന്ന റഷ്യയുടെ പ്രഖ്യാപനം സെലൻസ്കി അർമേനിയയിൽ നടത്തിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിരവധി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് റഷ്യ സൈനിക ഉപകരണങ്ങൾ ഇല്ലാതെ ആഘോഷം നടത്തുന്നത്. റെഡ് സ്ക്വയറിൽ ഡ്രോണുകൾ പറന്നേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു, സെലൻസ്കി പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് റഷ്യ ആക്രമിച്ചാൽ യുക്രൈന് കനത്ത തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ വർഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. റഷ്യ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച വെടിനിർത്തലിനോട് പക്ഷേ യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല.